ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ തേങ്ങ പൊട്ടിക്കല കേട്ടോ. അപ്പോൾ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു ഉപ്പേരി ഉണ്ടാക്കാനാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്നറിയില്ല, എന്നാലും ഈ ഒരു ചപ്പ് നിങ്ങളാർക്കും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു തവര ചപ്പാട്ടോ. തവര എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഇലയാണ്. മറ്റ് ചപ്പുകളെക്കാട്ടും അപേക്ഷിച്ചിട്ട് ഈ ഒരു ഇലയാണ് കേട്ടോ ഏറ്റവും വലിയ ഇലക്കറിയിൽ ഏറ്റവും വലിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കേട്ടോ വെച്ചാൽ. അപ്പോൾ ഇത് ഞാൻ ഓരോന്നായിട്ട് അരിഞ്ഞിടുന്നുണ്ട്. ഇതിൽ മൂപ്പുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തണ്ടൊക്കെ ഒരു ഫ്രഷായിട്ടുള്ള, അപ്പോൾ അത് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇല മാത്രം എടുത്ത് മുറിച്ചിടുന്നതാണ്. അല്ലാതെ തളിരുള്ള ഇലകളും കിട്ടും കേട്ടോ. അപ്പോൾ അത് തണ്ടോടെ തന്നെ അരിഞ്ഞിട്ടാൽ നമുക്ക് വേഗം മുറിക്കാൻ പറ്റും. അങ്ങനെ ഇതാ ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കുക. പിന്നെ റോഡ് സൈഡിനുള്ള ഇലയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് കഴുകുകയും വേണം കേട്ടോ. കാരണം ഇതിൽ മണ്ണ് ഒക്കെ ഉണ്ടാകണമെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി ഞുരുമ്പി എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ചപ്പ് നന്നായിട്ട് നല്ലപോലെ ഞുരുമ്പി കഴുകിയിട്ട് നമ്മൾ എടുത്ത് മാറ്റി വെക്കുക. അങ്ങനെ 3-4 പ്രാവശ്യമായിട്ട് ഈ ചപ്പ് നമ്മൾ കഴുകിയെടുക്കുക. പിന്നെ നമ്മൾ ഈ ചപ്പ് വെക്കാനൊരു ചട്ടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞു ചട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ തവരയ്ക്ക് ആവശ്യത്തിനുള്ള വേവുള്ളൊരു ചപ്പാണ്. സാധാരണ നമ്മൾ ചീരയൊക്കെ വെക്കുന്നതാണെങ്കിൽ അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരും. പക്ഷേ ഈ ചപ്പ് അങ്ങനെയല്ല. ഇത് നന്നായിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് എടുക്കേണ്ട ചപ്പാണ് കേട്ടോ. അല്ലാതെ മറ്റേതൊക്കെ വേഗം വെള്ളം ഊർന്നുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വെള്ളം മാത്രം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ചപ്പ് മൂടുന്നതനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കാറത് ഇതിൻ്റെ പകുതി വെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഉപ്പും വെള്ളമൊക്കെ മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് അടുപ്പത്ത് വെക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഈ ഒരു വെളുത്തുള്ളിയും പിന്നെ ഈ ഒരു മുളകാണ്, വയലറ്റ് കാന്താരിയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു കാന്താരി കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ കാന്താരിയും ഈ തേങ്ങയും പിന്നെ ഇതൊക്കെ ഇട്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഒന്ന് മിക്സിയിൽ, വെളുത്തുള്ളി ഇതിലിടുന്നില്ല, വെളുത്തുള്ളി ഞാൻ വേറെ തന്നെ ചതച്ചെടുക്കുകയാണ്. അപ്പോൾ തേങ്ങയും ഇതും ഇതിലിട്ട് ഇതാ നമ്മുടെ ഈ ഒരു ഇത് പകുതി വേവായിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഇതിലേക്ക് പകുതി നമുക്ക് തേങ്ങ ഇടാം. ഇപ്പോൾ പകുതി വേവിൽ തന്നെ നന്നായി തേങ്ങ ഇട്ടിട്ട് ഒന്നും കൂടി നമ്മളതൊന്ന് അടുപ്പത്ത് വെച്ച് വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഇതാ നമ്മൾ പിന്നെ ചീഞ്ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ചതച്ച വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി ഇട്ടതിന് നമ്മൾ വേവിച്ച് വെച്ച ആ ഒരു ചപ്പ് ഇതിലേക്ക് തൂണിച്ചെടുക്കുന്നതാണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ് കേട്ടോ. അത് ആദ്യം തന്നെ നമ്മൾ തൂണിച്ച് ചപ്പിടുകയല്ലേ ഇത് എങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ ചപ്പ് നന്നായിട്ട് ഡ്രൈ ആയിരുന്ന സമയം വരെ ഇളക്കി എടുക്കുക കേട്ടോ. നന്നായിട്ട് നല്ല വിട്ട് വരുന്ന രീതിയിൽ തന്നെ നന്നായി ഇളക്കിയെടുത്ത് യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇത് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രാവിലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.